സിമ്പിൾ പാചകം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സോയ ചങ്ക്സ് ഫ്രൈ ആണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, സോയ ചങ്ക്സ്. ഇത് നമ്മൾ സാധാരണ കറി വെച്ചൊക്കെ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ ഇത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പോലെ ഞാനിത് ഒരു ചായയുടെ കൂടെ ഉള്ളൊരു സ്നാക്സായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അതിനുവേണ്ടി ഞാൻ ഈ സോയ ചങ്ക്സ് എടുത്ത് കുക്കറിനകത്ത് ഒരു ഫിസിലിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു ഫിസിൽ കേൾപ്പിച്ച് വെന്തിരിക്കുകയാണ്. നോക്കി നല്ല വെന്ത് ഇരിക്കുകയാണ്. ഇത് നമ്മൾ മസാല ചേർത്ത് ഫ്രൈ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത് ചേർത്തു. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാൽ ടീസ്പൂൺ ഗരം മസാല, നമ്മുടെ ഇറച്ചി ചേർക്കുന്ന മസാല, ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഓൾറെഡി ഇട്ടതായതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കാവൂ. നോക്കിയിട്ട് വേണമെങ്കിൽ ഇടണം. ഇപ്പം നമുക്ക് ഈ മസാല പുരട്ടി ഇത് ഇളക്കി ഒരു 15 മിനിറ്റ് വെക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിലും ഫ്രൈ ചെയ്യാം. പക്ഷേ ഇനി ഫ്രൈ ചെയ്യാനായിട്ട് കോൺഫ്ലവറും മൈദ എടുക്കാം. അത് ഞാൻ പിന്നെ കാണിക്കാം. ഇത് നമുക്ക് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇളക്കി ഇടയ്ക്ക് ഉപ്പ് വേണം നോക്കണം. ഉപ്പും മുളകൊക്കെ അവരുടെ ഇഷ്ടത്തിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു മണമുണ്ടല്ലോ സോയയുടെ, അതൊന്നുമില്ല. നമ്മൾ വറുത്ത് കൊടുത്താൽ എല്ലാവരും ചോദിക്കും ഇത് കോഴിയാണോ ഫിഷാണോ എന്താണെന്ന് ചോദിക്കും. നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാൻ 15 മിനിറ്റ് വെക്കുകയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെ അത് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന്. നമ്മുടെ സോയ ചങ്ക്സ് മസാലയെല്ലാം പിടിച്ച് റെഡിയായി. 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി അതിൻ്റെ കോട്ടിങ്ങിന് വേണ്ട എന്തൊക്കെയെന്ന് നോക്കാം. ഒരു സ്പൂൺ മൈദപ്പൊടി, രണ്ട് സ്പൂൺ കോൺഫ്ലവർ, അല്പം ഈ മാവിലോട്ട് ഉപ്പ്. നമ്മൾ എപ്പോഴും ഉപ്പ് നോക്കി വേണം ഇടാൻ. നമുക്ക് വെള്ളം ഒഴിച്ച് കലക്കാൻ. ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് അത്രയും വേണ്ട. നല്ല തിക്കൊരു ബാറ്റർ ആയിരിക്കണം വേണ്ടത്. നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കാം. നല്ല തിക്കായിട്ടൊരു ബാറ്ററാണ് വേണ്ടത്, ലൂസാകല്ല. നമുക്ക് മുക്കി പൊരിക്കാൻ. അല്പം വെള്ളം ഒഴിച്ച് നോക്കണം. അതെന്തൊന്നും കട്ട് ചെയ്യാൻ കോൺഫ്ലവർ സ്റ്റാർച്ചാണ്, അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ തോന്നും. ഇതിനകത്ത് മസാലയൊന്നും ചേർക്കുന്നില്ല. അങ്ങനെ നമ്മുടെ മാവ് റെഡിയായി. ഇത് ഈ കൺസിസ്റ്റൻസിയിൽ ഒത്തിരി ലൂസുമല്ല ഒത്തിരി തിക്കുമല്ല. നമുക്കിനി ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ചൂടായി കിടക്കുകയാണ്. നമുക്ക് ഇതൊരുന്ന് മുക്കിപ്പൊരിക്കാം. ഇത് മീഡിയം ഫ്ലെയിമിൽ ഗ്യാസ് വെക്കണം. അധികം വേവൊന്നുമില്ല, വെന്ത സാധനമാണ്.
പക്ഷെ മസാലയുടെ ടേസ്റ്റ് അതിന് പ്രത്യേക ഒരു രുചിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവും. എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഒരു സൈഡ് തിരിച്ചും മറിച്ചിട്ട് വേണം ഇത് മൂപ്പിക്കാൻ. ടേൺ ചെയ്തിടുക. നമ്മുടെ സിമ്പിളായ സോയ ചങ്ക്സ് ഫ്രൈ റെഡിയായി. നമുക്ക് ഇത് കോരിയെടുക്കാം. സോയ ഫ്രൈ നമ്മൾ കോരിയെടുത്ത് നല്ല നല്ല ടേസ്റ്റുള്ളൊരു സാധനം. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടാത്തൊരു പോലും ഇത് കഴിച്ചു പോവും. നമുക്കങ്ങനെ ഓരോന്നും എണ്ണയിലിട്ട് മുപ്പിച്ചെടുക്കാം. ഇത് കൂടി ഇരുന്നാലൊന്നും വിഷമിക്കേണ്ട. ഇല്ലെങ്കിൽ പോരും വേർപെട്ട്. കഴുകി പിഴിഞ്ഞെടുക്കണം. നമ്മൾ കുക്കറിൽ വേവിച്ച് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ഇടരുത്. അത് കഴുകി 2-3 വാഷ് ചെയ്തിട്ട് പിഴിഞ്ഞെടുക്കണം. അല്ലെങ്കിൽ അത് വെള്ളം കാണും. എണ്ണ ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. എല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ സോയാബീൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ നമ്മുടെ സോയാബീൻ ഫ്രൈ എല്ലാം റെഡിയായി. നല്ല ടേസ്റ്റ് ഉള്ളത്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇത് സോസിൻ്റെ കൂടോ ചട്നിയുടെ കൂടോ കഴിക്കാം. ഇതെല്ലാതും ചുമ്മാതും കഴിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും. നിങ്ങൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് ഉണ്ടാക്കി കൊടുക്കണം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.